നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം തരാൻ വേണ്ടി അതേപോലെ പോരാടിയ ഒരു വനിതയുണ്ട്. ലോക രാജ്യങ്ങൾക്ക് തന്നെ ചിലപ്പം അതൊരു മാതൃകയായിരിക്കും. ഝാൻസി റാണി. പെൺവർഗം അടിമയായ കാലത്ത് താൻ ഒരു യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ച, സമൂഹത്തെ എല്ലാം മാറ്റി നിർത്തി യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചവർ. ലോകത്തെ ആദ്യത്തെ ഒരു പോരാളി. എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങളും ആ ഒരു വനിതയെ ഫോളോ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങേ അറ്റം വന്ന് കഴിഞ്ഞ ആരാധന പിന്നെ ഏറ്റവും വലിയ സാഹസ്യം ചെയ്ത ഒരു മലയാളി, ഒരു ഇന്ത്യക്കാരി കൽപ്പന ചൗള. ഇവരൊക്കെ നമ്മുടെ അയൽപക്കത്തുള്ള സാധാരണ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അവരെ പോലെ അയ്യോ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ അവരൊരു സാധനം സൃഷ്ടിക്കുകയില്ല. മൺമറഞ്ഞു പോയിട്ടും അവരും ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നു. കാരണം പെൺകുട്ടികളായിക്കഴിഞ്ഞാൽ എന്താ അയ്യോ പണ്ടത്തെ എന്താണ് 45 കാലഘട്ടങ്ങളിൽ പോലെ ഭർത്താവിൻ്റെ അടിമയാണ്, സഹോദരൻ്റെ അടിമയാണ്, അപ്പൻ്റെ അമ്മയുടെ അടിമയാണ്. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ മക്കളെ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടുകയില്ല. നിങ്ങളെന്താണോ നിങ്ങളായിട്ട് ജീവിക്കണം, നിങ്ങളായിട്ട് മാത്രം ജീവിക്കണം. വേറെ ആരെ ഒരു കാര്യവും നോക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു ജീവിതമേ ഉള്ളൂ. കാരണം നിങ്ങളെ 18 വയസ്സ് വരെ അപ്പനും അമ്മയും സഹോദരങ്ങളെ അടിമയായിട്ട് ജീവിപ്പിക്കും. 18 വയസ്സ് കഴിയുമ്പം അല്ലെങ്കിൽ 25 വയസ്സ് കഴിയുമ്പം വേറെ കുറേ പേര് നിങ്ങൾ അടിമയായിട്ട് ജീവിപ്പിക്കും. ഭർത്താവ് എന്ന പേരിലും അമ്മായിമ്മ എന്ന പേരിലും അമ്മായപ്പൻ എന്ന പേരിലും നാത്തൂൻ എന്ന പേരിലും പല രൂപങ്ങളിൽ നിങ്ങൾ അടിമയായിട്ട് കാണിക്കും. പക്ഷേ നിങ്ങൾ അങ്ങനെ അടിമയായിട്ട് സൃഷ്ടിക്കാനാണോ ദൈവം നിങ്ങളെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്? എല്ലാ മനുഷ്യനും ഒരു മൈൻഡുണ്ട്. എനിക്ക് സംബന്ധിച്ചിടത്തോളം എനിക്ക് പല ക്യാരക്ടറുണ്ട്, പല വ്യക്തിത്വങ്ങളുണ്ട്. കാരണം എൻ്റെ ജീവിതം എന്നെ അങ്ങനെ ഒരു ക്യാരക്ടറിൽ എത്തിച്ചതാണ്. ഒരു മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ മാറാവുന്ന രോഗമാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒത്തിരി പേരോട് അത് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന്. കാരണം എൻ്റെ നിയന്ത്രണം എപ്പം പോകുന്നത് എനിക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളെക്കുറിച്ചാണ്, പെൺകുട്ടികളെക്കുറിച്ചാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്താണെന്നറിയാം, പവർഫുൾ ആയതാണ് നിങ്ങൾ ഓരോരുത്തരും. ഒരു അണുബോംബെന്ന് വേണമെങ്കിൽ പറഞ്ഞു. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകം തന്നെ നശിപ്പിക്കാനൊക്കും. നിങ്ങൾ കാരണമാണ് ഈ ലോകം നിലനിൽക്കുന്നതും. അപ്പം നീ എന്താടാ പറഞ്ഞു വരുന്നതെന്നായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആശയങ്ങളുണ്ട്, നിങ്ങളുടെ ഒരു വ്യക്തിത്വങ്ങളുണ്ട്. മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ ആ വ്യക്തിത്വം ഒരിക്കലും മറച്ചു വെക്കരുത്. നിങ്ങളെന്താണോ നിങ്ങളെപ്പോലെ ജീവിക്കുക. കാരണം നിങ്ങളെ ചൂഷണം ചെയ്യാനായിട്ട് പുറം ലോകത്ത് ഒത്തിരി ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. കപടമായ സ്നേഹത്തിൻ്റെ കാണിച്ചും ഒക്കെ നിങ്ങളെ തോൽപ്പിക്കാനായിട്ട് 100 പേര് കാണും. പക്ഷെ ആ ചതിക്കുഴിയൊന്നും പോകാതെ നിങ്ങൾ ഓപ്പൺ മൈൻഡായിട്ട് ജീവിക്കുക. ഓപ്പണായിട്ട് പോകുമ്പോൾ പലരും നിങ്ങളെക്കുറിച്ച് പലതും പറയും. നിങ്ങൾ ഒരിക്കലും തെറ്റായ ഒരു വഴി പോകാതെ നിങ്ങളൊരു ലോകത്തേക്ക് ജീവിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മാക്സിമം പഠിക്കുന്നവരാണെങ്കിൽ മാക്സിമം നന്നായിട്ട് പഠിക്കുക, നല്ല ജോലി മേടിക്കുക, ഓപ്പണായിട്ട് സംസാരിക്കുക. കാരണം വെച്ചാൽ ഞാൻ 1 വർഷമായിട്ട് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത പിള്ളേർക്കൊക്കെ എന്നെ കാണുമ്പോൾ എൻ്റെ പൊന്നോ ശോഭമായിരിക്കും കേട്ടോ, ഭയങ്കര ഭീകരവാദിയായിട്ടാണ് കാണുന്നത്. അയൽവക്കത്തെ വീട്ടിലെ പിള്ളേരായിട്ടും പോലും ഞാൻ മിണ്ടെന്ന് കണ്ടിട്ടില്ല. എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ട്? ജീവിതം അടുത്ത സെക്കൻഡ് ഞാൻ ചിലപ്പോൾ എൻ്റെ കാര്യം പറയും, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോലും ഞാൻ കാണുമെന്ന് എനിക്കറിയത്തില്ല. കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമില്ല. ദൈവം അപ്ഡേഷൻ പിൻവലിക്കുമ്പം ബാറ്ററി അങ്ങ് ചാർജ് കളയുമ്പോൾ തീർന്നു പോകുന്ന കേസേ ഉള്ളല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയും ജീവിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. കപടമായ പ്രണയത്തിൻ്റെ വലകളിൽ വീഴാതെ തൻ്റെടിയായ ഝാൻസി റാണിനെ പോലെയും കൽപ്പന ചൗളകളെപ്പോലെയും പിന്നെ ഒത്തിരി പേരുണ്ട് കേട്ടോ ഭൂമിയിൽ. എനിക്കവരെപ്പോലെ ജീവിതത്തിൽ ഞാൻ വായിച്ചിട്ടൊന്നുമില്ല. അവരെപ്പോലെ ജീവിക്കുക. നിങ്ങളെക്കാട്ട് ഒരു മനോഹരമായ ലോകമുണ്ട്, ആ ലോകം ആസ്വദിക്കുക. കുടുംബം കുട്ടികളെന്നൊക്കെ പറയുന്നത് പലപ്പോഴും കപടമായ ഒരു നാടകമാണ്. കാരണം ഒരാൾ അടിമയാണെന്ന് തിയറിയാണ്. ആ അടിമത്തത്തിനേക്കാളും നല്ലതല്ലേ നിങ്ങളുടെ കാര്യം നിന്നിട്ട് ഒരു ജീവിതം ഉണ്ടാക്കുക. ഒരാണിൻ്റെ അടിമയാകാതെ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകുക. കാരണം നിങ്ങൾക്ക് ഒത്തിരി കഴിവുകളുണ്ട്, നിങ്ങളുടെ കഴിവുകൾ പുറത്ത് കാണിക്കുക. എൻ്റെ അച്ഛൻ എന്ത് പറയും, അമ്മ എന്ത് പറയുന്നൊന്നുമല്ല. എന്തെങ്കിലും അനുഭവിക്കുമ്പം സത്യം പറയല്ലോ, നിങ്ങൾ അച്ഛനും കാണിയല്ല, അമ്മയും കാണിയല്ല, നിങ്ങൾക്ക് നാളെ മക്കളുണ്ടായി മക്കളും കാണിയല്ല, അപ്പനും കാണത്തില്ല. ഖുർആനിലൊരു വചനമുണ്ട്, എൻ്റെ ഉസ്താദ് എന്നോട് പഠിപ്പിച്ചൊരു വചനമാണ്. സൂര്യൻ ഒരു ചാൻ അകലെ സൂര്യനെ കൊണ്ട് നിർത്തും. കിയാമത്ത് നാളിൽ കാഹളം ഊതുമ്പം കബറിൽ നിന്ന് ഓരോരുത്തർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു കബറിൽ നിന്ന് പുറത്തു വരും. ആ കബറിൽ നിന്ന് ആ മനുഷ്യരെല്ലാം കൂടി അല്ലാഹു താല
സൂര്യൻ്റെ തലക്കീഴെ കൊണ്ട് വെക്കും. തലക്കീഴെ കൊണ്ട് വെക്കുമ്പോൾ 3 അടി ചാനൽ കൊണ്ട് നിർത്തും. കണ്ണ് നെറുകന്തലയിലായിരിക്കും. വസ്ത്രങ്ങളില്ല, ഡ്രസ്സുകളില്ല. തൊട്ടടുത്ത് അമ്മ കാണും, സഹോദരങ്ങൾ കാണും, ഭാര്യ കാണും, അതേപോലെ നോക്കിയവർ കാണും. ആർക്കും നമ്മളെ മനസ്സിലാക്കത്തില്ല. അന്ന് ചോദ്യം ചെയ്യല് വർഷങ്ങളും കൊല്ലങ്ങളോളം നിൽക്കും. അത് കഴിഞ്ഞിട്ട് പല കഥകളും ഉണ്ട്. ഞാൻ ഇത് പറയാൻ കാരണം ആ കഥകളുടെ ആദർശങ്ങൾ മാത്രമേ ഞാൻ പിൻപറ്റുന്നുള്ളൂ. അല്ലാതെ ആ മതത്തെ ഞാനിപ്പം പിൻപറ്റുന്നില്ല. ഞാൻ ദൈവങ്ങളെല്ലാം ഒന്നാന്ന് എനിക്ക് മനസ്സിലായി. ഹിന്ദു പുരാണമാണെങ്കിലും ക്രിസ്ത്യൻ പുരാണമാണെങ്കിലും സകല ഗ്രന്ഥത്തിനും ഒറ്റ ദൈവങ്ങളേ ഉള്ളൂ. അവർ അവരുടെ രീതിയിൽ ഓരോ മതങ്ങൾ സൃഷ്ടിച്ചതേ ഉള്ളൂ. ആ നന്മയ കാര്യങ്ങൾ ഞാൻ പിൻപറ്റുന്നതാണ് കേട്ടോ ഇത്രയും പറയാൻ കാരണം. ആ മതത്തിൽ എന്താണ് അതേപോലെ ഒരു വാക്ക് അതേ ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്കൊരു എന്തെങ്കിലും പറ്റിക്കഴിയുമ്പം അത് തരണം ചെയ്യാൻ നിങ്ങളേ ഉള്ളൂ. നമ്മുടെ സമൂഹത്തിൽ പല അഴുക്കളും നമ്മുടെ ദേഹത്തൊന്ന് പറ്റും. ശരിക്കും ഒന്ന് കുളിച്ചാൽ തീരാവുന്ന അഴുക്കുകളേ ഉള്ളൂ. ആരെങ്കിലും മോശമായിട്ട് സംസാരിക്കും, കളിയാക്കും, കുറ്റപ്പെടുത്തും. ഇതൊന്നും നിങ്ങൾ കാണിക്കരുത്. നല്ല പേര് സോപ്പിട്ട് അങ്ങ് കുളിച്ചാൽ മതി. പക്ഷെ മനസ്സിന് കളങ്കം വന്നു കഴിഞ്ഞാൽ എൻ്റെ ചങ്ങാതി ഒരിക്കലും അത് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. മരിച്ചാലും ആ കളങ്കമായിട്ട് തന്നെ ഇരിക്കും. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുക. ഒരിക്കലും ആരുടെ അടിമയാകരുത്. അടിമത്വമല്ല ഒരു പെണ്ണിനുള്ളത്. ഭൂമി ഭരിക്കുന്നത് അവരാന്നുള്ള ചിന്ത വേണം. ധൈര്യമായിട്ട് മുന്നേറുക. പിന്നെ ഒരാണിന് പെണ്ണിനേക്കാളും ധൈര്യം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പാ ഉള്ളത് എന്ന് ഞാൻ പറയും. ബലശൈന് കാരണം എത്ര വലിയ ഇരുമ്പിനെയും താർക്കുന്ന പേപ്പർ കൊണ്ടുള്ള ബ്ലേഡാണ് മുറിക്കുന്നത്. കാരണം തൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞാൽ ആ കഴിവുകൾ അങ്ങനെ നമുക്കത് സാധകമായിട്ട് വരും. കാലവും കാലചക്രവും നമുക്ക് അനുകൂലമായിട്ടേ നിൽക്കത്തുള്ളൂ. അപ്പം നിങ്ങളെങ്ങനെയാണോ അതേപോലെ ജീവിക്കുക. ആരെയും ഭയപ്പെടാതെ ഏത് രാത്രിയിലും പുറത്തിറങ്ങണം. കാരണം നിങ്ങളൊരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ധൈര്യത്തെ തിരിച്ചാക്രമിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ തോറ്റു പോകരുത്. ഞാൻ അവിടെ കീഴ്പ്പെടുത്തി എന്ന് തോന്നുമ്പോഴേ നമ്മളവിടെ തീരത്തുള്ളൂ. അത് തിരിച്ചാക്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചാൾ വല്ല ചെറിയ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോരുത്തരും നേരെ തൊടാൻ തയ്യാറാകത്തില്ല. അത്രയ്ക്കുള്ള ധൈര്യം വേണം. നമുക്ക് കൈ നഷ്ടപ്പെടാൻ നമ്മുടെ ജീവൻ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അവിടെ തീർക്കാനുള്ള തൻ്റെ ഇടം വേണം. വാക്കുകളുണ്ടാണെങ്കിലും കൈകളുണ്ടാണെങ്കിലും ആയുധം കൊണ്ടാണെങ്കിലും ധീരതയോടെ വളരുക. ആർക്കും അടിമയാകാതെ, അടിമത്തത്തിൽ പെട്ടുപോകാതെ.